ഹലോ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്നത്തെയും എൻ്റെ രാവിലത്തെ പരിപാടി തുടങ്ങിയേക്കാണ്. രാവിലെ എണീക്കുക, കാപ്പി ഉണ്ടാക്കുക, ഇത് തന്നെ ജോലി. അപ്പോൾ രാവിലെ എണീറ്റ് പല്ല് തേച്ചു, മുഖം കഴുകി, പിന്നെ കുറേ നേരം അവിടെയൊക്കെ ഒന്ന് കറങ്ങി, പിന്നെ പിള്ളേർക്കൊക്കെ ജോലിക്ക് വേണം, പിന്നെ വന്ന് കാപ്പി ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനെ വന്ന് ഇന്നത്തെ രാവിലെ ഞാൻ അപ്പമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചില ദിവസമൊന്നും അപ്പം വന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. നമ്മൾ എടുക്കുന്ന പച്ചരിയും പിന്നെ ആട്ടി വയ്ക്കുന്നതൊക്കെ കറക്റ്റിന് വന്നാൽ നല്ല പൂ പോലത്തെ അപ്പമായിരിക്കും കിട്ടുന്നത്. ഇന്നെന്തായാലും ഒരുവിധം നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അപ്പത്തിനോട് സാധാരണ നമ്മൾ എന്നും ഉണ്ടാക്കുന്നത് ചമ്മന്തിക്കറി, ഉള്ളിക്കറി, ഈ ഉരുളക്കിഴങ്ങ് കറി, കടലക്കറി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞ് ഞാനൊരു ചമ്മന്തി പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുക്കും, അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു ചെറിയ ഉള്ളി ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് മുളക് പൊടി, ഒരു പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ജീരകം, നമ്മളെ നല്ല ജീരകമാണ്, അത് ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. നമ്മൾ തോരത്തിനൊക്കെ അരച്ചെടുക്കില്ലേ, അതുപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതൊന്ന് താളിക്കണം. അപ്പോൾ അതിനായിട്ടൊരു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ, കടുക്, ചെറിയ ഉള്ളി ഒന്ന് നൈസായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ തേങ്ങയില്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി പിന്നെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നല്ല സൂപ്പർ ഒരപ്പവും നല്ല അടിപൊളി ചമ്മന്തിപ്പൊടി റെഡിയായി. അപ്പോൾ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.